ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന രൂപത്തിലുള്ള വാക്യങ്ങൾ, അത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നതാണ്. റിപ്പോർട്ടർ സ്പീച്ച് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് രണ്ടാമത്തെ ടൈപ്പ് സെൻറ്റൻസുകൾ, ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങൾ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇൻറ്ററോഗേറ്റീവ് എന്നാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്? ഒന്ന്, ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യ രൂപത്തിലുള്ള വാചകങ്ങളെയാണ് പറയുന്നത്. ചോദ്യ രൂപത്തിലുള്ള വാചകം. There are two types of questions in English. Two types of questions. ആൻസറിനനുസരിച്ച് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആയിരിക്കും. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? വെർ ആർ യു ഗോയിങ്? വേർ? ഹൗ ആർ യു? അപ്പോൾ ഡബ്ല്യുയിലും എച്ചിലും തുടങ്ങുന്ന വാചകങ്ങൾ. പഴയ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം WH ക്വസ്റ്റ്യൻ ആണ്. പുതിയ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട്സ് യുവർ നെയിം? ഹു ഈസ് യുവർ ഫാദർ? ആൻഡ് ഹൗ ലോങ് ഫ്രം ഹിയർ ടു ദർ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഹൗ ഫാർ ഫ്രം ഹിയർ ടു ദർ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നൊരു വാചകങ്ങളാണ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹൗ ഓൾഡ് ആർ യു? ഹു ഈസ് യുവർ മദർ? ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റി പഠിക്കാം. ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റി പഠിക്കാം. ഉദാഹരണമായിട്ട്, ഷീല അറ്റൻഡഡ് ആൻ ഇൻ്റർവ്യൂ ആസ് എ ടൈപ്പിസ്റ്റ്. So the officials or that persons asked some questions to her, and she came house and she describes herself about the experiences of interview and the questions they have asked in front of her father. See that ഷീല തൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് വീട്ടിൽ വന്നിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛനോട് റിപ്പോർട്ട് ചെയ്യാൻ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് അത് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, they asked how many words per minute you type. How many words, they asked how many words per minute you type. See that. And reporter speech. They asked, എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. They asked me how many words per minute I would type. So I could type how many words. They asked how many words that per minute, or how many words can you type per minute എന്നാണ്. How many words per minute can you type? How many words per minute can you type? Can you type? They asked me how many words per minute I could type. ഇതാണ് ആ ചോദ്യങ്ങൾക്ക്. So രണ്ടാമത്തെ ചോദ്യം, second question they asked, when will you able to join if selected? അവർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ്, when will you able to join if selected? Example, അതിനുള്ള she also reported in front of her father, and they asked me when I would able to join if selected.
If select join, if selected means if I had selected, if had selected, if I had selected. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ്, ഹൗ വിൽ യു കം? ഹൗ വിൽ യു കം ടു വർക്ക് ഹിയർ? How will you come to work here? They asked me how I would അതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ വിൽ എന്നുള്ളത് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വരും. ഹൗ ഐ വുഡ് ഗോ കം ടു നമ്മൾ അവിടേക്ക് പറയണം. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ ഗോ കം ടു വർക്ക് ഹിയർ എന്നാണ് ചോദിച്ചത്. ഗോ ടു, അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ ഗോ ടു വർക്ക് ദർ എന്നാണ്. എങ്ങനെ അങ്ങോട്ട് പോകും? നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, സന്ദർഭത്തിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളോട് മാർക്കും. എങ്ങനെയാണ് അങ്ങോട്ട് പോകാൻ കഴിയുക, എങ്ങനെയാണ് അങ്ങോട്ട് പോകാൻ കഴിയുക. അപ്പോൾ എങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ കഴിയുമെന്ന് അവർ അവിടുന്ന് ചോദിച്ചത് മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നു. ഇത് ക്വസ്റ്റ്യൻ മാറുന്ന രീതിയാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളിൽ 2 തരം ചോദ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യനും, രണ്ടാമത്തത് WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യനും. ഈ 2 കാര്യങ്ങളും നമ്മൾ പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത്. അതായത് WH ക്വസ്റ്റ്യൻ എന്താണ്? WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ Wയിലോ Hലോ ആരംഭിക്കുന്ന ചോദ്യം വാക്കുകൾ. ഹൗ, വാട്ട്, വേർ, വിച്ച്, അതുപോലെ തന്നെ ഹൗവിൽ തുടങ്ങുന്ന ഹൗ മെനി, ഹൗ മച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ WH ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിലെ എല്ലാ ചോദ്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് Hലോ Wയിലോ ആയിരിക്കും. ഉദാഹരണം, എക്സാമ്പിൾ, വേർ ആർ യു ഗോയിങ്? Where are you going, Anita? The teacher said. The teacher said. സ്വാഭാവികമായിട്ടും ഇത് സെറ്റ് എന്നാണ് പറയുന്നതെങ്കിലും ഇത് ഒരു ചോദ്യമാണ്. ചോദ്യമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടീച്ചർ സെഡ് ദാറ്റ് എന്ന് പറയുന്നതിന് പകരം ടീച്ചർ ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിംഗ് ബോബിൽ മാറ്റം വരികയാണ്. അത് ചോദിച്ചാണ്. ടീച്ചർ എന്താണ് ചോദിച്ചത്? ദ ടീച്ചർ ആസ്ക്ഡ്. ടീച്ചർ ആസ്ക്ഡ്. അപ്പം വേർ ആർ യു ആസ്ക്ഡ് ആരോടാണ് ചോദിക്കുന്നത്? അനിതയോടാണ്. അനിത, വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? വേർ വാസ് ഷീ ഗോയിങ്? അപ്പോൾ അത് ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. പക്ഷേ ആ സമയം വേർ ഷീ വാസ് ഗോയിങ്, വേർ ഷീ വാസ് ഗോയിങ്, വേർ ഷീ വാസ് ഗോയിങ്, ഇതൊരു ചോദ്യമാണ്. വേർ ആർ യു ഗോയിങ് അനിത? വാട്ട് ആർ യു ഡൂയിങ് മിസ്റ്റർ അനിൽ? വാട്ട് ആർ യു ഡൂയിങ് മിസ്റ്റർ അനിൽ? സോ എങ്ങനെയാണ് അത് വരിക? ദ ടീച്ചർ ആസ്ക്ഡ്. ദ ടീച്ചർ ആസ്ക്ഡ് ഓർ ടീച്ചർ സെഡ് എന്നുള്ളത് ടീച്ചർ ആസ്ക്ഡ് വാട്ട് ഹി വാസ് ഡൂയിങ് നൗ എന്നൊക്കെ ഉണ്ടെങ്കിൽ അറ്റ് ദിസ് ടൈം എന്നൊക്കെ രീതിയിലായിട്ട് മാറും. അല്ലെങ്കിൽ അപ്പം ദെൻ എന്നൊക്കെ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പം ദെൻ ഹി വാട്ട് ഹാഡ് ദിസ് വേർ ആർ യു ഗോയിങ് അനിത? അത് ചോദ്യമാണ്. ദ ടീച്ചർ ആസ്ക്ഡ് അനിത വേർ ഷീ വാസ് ഗോയിങ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. മറ്റൊരു ചോദ്യം, the headmaster said to me, why are you so late? The headmaster said to me, why are you so late?
ചോദ്യമാണ്. നീ എന്തുകൊണ്ട് ഇത്രയധികം വൈകി? അപ്പം യെസ്, the headmaster asked me why I was so late. Why I was so late? ഇത്തരമൊരു ചോദ്യങ്ങൾ ചോദിക്കും. Why I was so late? എന്നോടാണ് ചോദിക്കുന്നത്. To me. അപ്പോൾ ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. Why I was so late? Wife told why did you bring the meals from the hotel today? Why did you bring the meals from hotel today? So wife asked why did എന്നുള്ളത് why the simple past ആണ്, past perfect. why I had എന്നോടാണ് ചോദിച്ചത്. why I had brought the meals from the hotel today എന്നുള്ളത് that day. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നൊരു വിഷയമാണ്. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാറുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാറുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് മറ്റൊരു ഭാഗം. സിമ്പിൾ ക്വസ്റ്റ്യൻ മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാറ്റുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ പഠിക്കും. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നോ നോ എന്നോ മാത്രമാവുന്നു. ആർ യു എ ഡോക്ടർ? ഇറ്റ്സ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നോ, ഐ എം നോട്ട് എ ഡോക്ടർ, ഐ എം എ ടീച്ചർ, ഐ എം എ സ്റ്റുഡൻറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് where are you going? Yes, I am going to somewhere, I am going to Calicut. സോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും യെസ് എന്നോ നോ എന്നോ ഉത്തരം കിട്ടുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വലിയ വ്യത്യാസങ്ങൾ. ഓർ നോ, ഇതാണ് ഉത്തരം കിട്ടും. ചെറിയ വ്യത്യാസങ്ങൾ, ഒന്ന് അത് വെദർ എന്നോ അല്ലെങ്കിൽ ഈഫ് എന്നോ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കണം. വെദർ എന്ന് ചേർക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയാം. ആർ യു ഗോയിങ് ഹോം റാം? ആർ യു ഗോയിങ് ഹോം റാം? ചോദ്യമാണ്. The teacher said. അപ്പോൾ എക്സാമ്പിൾ, the teacher, ഇത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ the teacher asked Ram whether he was going home. Whether was he going എന്ന് പറയില്ല, അത് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ വെദർ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് വെദർ അല്ലെങ്കിൽ വെദറിന് പകരം നമ്മൾ ഈഫ് എന്ന് ചേർക്കാം. ഈഫ് ഹി വാസ് ഗോയിങ് ഹോം. ഇത്തരം കാര്യങ്ങളും ഇതിൽ വരുന്ന ഒരു വിഷയമാണ്. The teacher